ദിലീപേട്ടൻ വിളിച്ച് പറയാണ് ഒരു സിനിമയുണ്ട് രക്ഷിക്കണേടാ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം അദ്ദേഹം വരുന്നു എന്നൊക്കെ പറയാണ്. ഈ ഷാൻ റഹ്മാനിലുള്ള വിശ്വാസം ആളുകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ എനിക്കങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടോ? തോന്നുന്നില്ല. എന്താ? അതൊക്കെ ഓരോ സിനിമകളുടെ ഇതാണ്. ഉം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഉം. ഓരോ സിനിമയ്ക്കും ഓരോ എക്സ്പെക്ടേഷൻ ആടുകളെ അത് സംബന്ധിച്ചിടത്തോളം ഷാൻ റഹ്മാൻ തന്നെ ആയിരിക്കും. ക്രിയേറ്റീവ് ഡിഫറൻസുകൾ നമുക്ക് ഓരോ സിനിമയിലും ഉണ്ടാവും. പല ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സിനിമകളിൽ എന്താ ഉം, സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഇതിൽ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ ഒറിജിനൽ തീമുകൾ ഇതിൽ ലോഡ് കൂടുതലാണ്. ഉം, ഇതിൽ ലോഡ് എന്ന് പറയുന്നത് ഒരുപാട് ലോഡുണ്ട്. കാരണം പഴയ കാലം പുതിയ ഉം, കാലം ഉം, അങ്ങനത്തെ ലോഡ് കൂടുതലുണ്ട്. ഉം, ഷാൻ റഹ്മാൻ തന്നെ മ്യൂസിക് ഡയറക്ടറും ഷാനാണ്. ഈ പഴയ തീമാണെങ്കിൽ ഇതെല്ലാം റീഡു ആണ്. ഉം. പുതിയ ഇൻസ്ട്രുമെന്റേഷൻ പുതിയ അത് ബിജയത്തിന്റെ ഭാഗമാണ്. സോ ലോഡ് കൂടുതലാണ്. അപ്പം നമ്മൾ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉം, എന്ന് പറയുന്ന ഈ ഫ്രഷ് ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഉം. അത് ഡോൺ വിൻസെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും പാരലലി ആണ് വർക്ക് നടക്കുന്നത്. ഇവർ ഓക്കെ. രണ്ടും കൂടെ മെർജ് ഓ, ആക്കുകയാണ് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് നോക്കിയേ. രണ്ടുപേരും. അപ്പം രണ്ടുപേരും കൂടെ കൊലാബറേറ്റ് ചെയ്താണ് ഫുൾ ഓക്കെ, ഓക്കെ. ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ, ആ. കാരണം ഇതിന്റെ ഒരു ലോഡ് നമ്മൾ സ്കെയിലും വിചാരിക്കുന്ന വലുതാണ്. ഇത് വലുതാണ്. അപ്പം ഓക്കെ, ഓക്കെ. പാസ്റ്റിലും നമുക്ക് കുറെ മ്യൂസിക് തീമായിട്ട് വരുന്നുണ്ട്, ആ, 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 ആ. പ്രസന്റിൽ വരുന്നുണ്ട്, ഓക്കെ, ഓക്കെ. മ്യൂസിക് വരുന്നുണ്ട്, സോങ് വരുന്നുണ്ട്. അപ്പൊ അത് ഈ നമ്മുടെ ടൈം ലൈൻസ് വെച്ചിട്ട് അത് ചിലപ്പം വർക്ക് ആയേക്കില്ല എന്ന് ആ. നമുക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു